ഹായ് ഫ്രണ്ട്സ്, നമ്മൾ റാങ്ക് മേക്കിംഗ് സീരീസിന്റെ 6ാമത്തെ ക്ലാസ് ആണ്. NCERT +1 ബേസ് ചെയ്തിട്ടുള്ള +1ഉം +2ഉം ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ് ആണ്. നമ്മൾ ഇന്ന് എക്കണോമിക്സിലെ സീരീസ് ആണ് എന്ത് ചെയ്യുന്നത്, ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ഒരു ടോപ്പിക് പഠിക്കാനുണ്ട് ഇല്ലേ, പ്രാദേശിക ഗവൺമെന്റ് എന്ന് പറഞ്ഞിട്ട് പഠിക്കാനുണ്ട്. 73ാമത്തെ ഭേദഗതിയും 74ാമത്തെ ഭേദഗതിയും വരുന്നത് പഞ്ചായത്തി രാജിനെ കുറിച്ചിട്ടും നഗരപാലിക സംവിധാനത്തെ കുറിച്ചിട്ടും പറയുന്ന ക്ലാസ് ആണ് ഇന്ന് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് നമുക്ക് NCERT വരുന്ന ഒരു ഭാഗമാണ്. ഇപ്പൊ കഴിഞ്ഞ LDCയിൽ കഴിഞ്ഞ ജില്ലകളിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ എന്ത് ചെയ്യുന്നിട്ടുണ്ട്, എക്കണോമിക്സിൽ നിന്നും വന്നിരിക്കുന്നത് ഈ ഭാഗത്ത് നിന്നാണ്. അപ്പൊ അതിൽ നമുക്ക് കുറച്ച് കൂടുതലായിട്ട് ഇനി എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് കൂടുതലായിട്ട് പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഒപ്പം നിങ്ങൾ ഞാനും എന്ത് ചെയ്യുന്നു, ഒപ്പം അങ്ങോട്ട് പഠിച്ചിട്ട് വരികയാണ് കേട്ടോ. അപ്പൊ നമുക്കിനി അവർ ആ ഭാഗത്ത് നിന്ന് ചോദിച്ച സ്ഥിതിക്ക് അതിന്റെ ബാലൻസ് ഭാഗം ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട്. ഓക്കെ, നമുക്ക് ഇനി പഠിച്ചിട്ട് പോകാതെ നമുക്ക് മാർക്ക് പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ നമുക്ക് നന്നായിട്ട് എന്ത് ചെയ്യാം, പഠിച്ചിട്ട് പോകാം കേട്ടോ. നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്, പക്ഷെ ഒന്നും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ തന്നെ അത് ഒന്ന് മനസ്സിലാക്കി വെച്ചാലാണ് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ഒക്കെ വരുമ്പോൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു തരാം. ഇപ്പൊ നമ്മൾ ഇത് വായിക്കുന്ന സമയത്ത് നമുക്കിതിൽ ഒരിക്കലും ഞാൻ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് ബോക്സ് ആയിട്ട് തന്നു. പക്ഷെ അപ്പോൾ നമുക്കൊരു തരുന്ന സമയത്ത് അതിനൊരു 100% എന്ത് ചെയ്യണം, നീതി പുലർത്തണല്ലേ. നിങ്ങൾക്കൊരു ക്ലാസ് ചെയ്യുന്ന സമയത്ത് ഒരു 100% നീതി, 100ൽ നമുക്കൊരു 100 മുഴുവനായിട്ടും ഇല്ലെങ്കിലും നമുക്കൊരു 98% നിങ്ങൾക്ക് നീതി പുലർത്തിയിട്ട് ക്ലാസ് എടുത്ത് തരണം. അതാണ് കാരണം. നിങ്ങളുടെ വിലപ്പെട്ട സമയം നമ്മുടെ ചാനലിൽ വരുന്നിട്ട് ക്ലാസ് കാണുന്ന സമയത്ത് അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടായിരിക്കണം എന്നുള്ളത് എനിക്ക് നിർബന്ധമാണ്. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, അങ്ങനെ ആ ബോക്സുകൾ എടുത്തു തരുന്നതിനോട് എന്ത് ചെയ്യുന്നില്ല, എനിക്ക് വലിയ യോജിപ്പില്ല. കാരണം അതിന്റെ ഇടയിലൊക്കെ കുറേ പോയിന്റുകൾ നമുക്ക് ആ ഭാഗത്ത് നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, അല്ലാതെ ബോക്സ് എന്നല്ല ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഞാൻ എടുത്തെടുത്ത് പോയിന്റുകൾ പറഞ്ഞു തരാം, നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ മതി. ഇത് നോക്കണം, പറയേണ്ട പോയിന്റ് വരുമ്പോൾ ഞാൻ അത് എടുത്ത് 1-2 പ്രാവശ്യമൊക്കെ റിവിഷൻ ചെയ്തു തരാം കേട്ടോ. ആധുനിക കാലഘട്ടത്തിൽ 1882 ശേഷമാണ് തെരഞ്ഞെടുക്കപ്പെട്ട പ്രാദേശിക ഗവൺമെന്റുകൾ രൂപപ്പെട്ടത്. എന്താണ് പ്രാദേശിക ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ, നമ്മുടെ പഞ്ചായത്ത് തലങ്ങൾ അല്ലെ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, അങ്ങനെ ഘടകങ്ങൾക്ക് വന്നു അല്ലെ. അപ്പൊ എപ്പോഴാണ് എന്നുള്ളത് ഈ വർഷം ഒന്ന് നോട്ട് ചെയ്യണം കേട്ടോ, നോട്ട് ചെയ്യണം. 1800 പ്രീവിയസ് ആയിട്ട് ഇത് ഒരുപാട് പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 1882 ശേഷമാണ് തെരഞ്ഞെടുക്കപ്പെട്ട പ്രാദേശിക ഗവൺമെന്റുകൾ രൂപപ്പെട്ടത്. ഈ വർഷം പഠിച്ചല്ലോ, 82 അന്നത്തെ വൈസ്രോയി ആയിരുന്ന റിപ്പൺ പ്രഭുവാണ് വെരി ഇമ്പോർട്ടന്റ് ഇതിന്റെ രൂപീകരണത്തിന് മുൻകൈ എടുത്തത്. പ്രാദേശിക ഗവൺമെന്റുകളുടെ രൂപീകരണത്തിന് മുൻകൈ എടുത്തത് ആര്? റിപ്പൺ പ്രഭുവാണ്. അതുകൊണ്ട് നമ്മൾ പറയാറില്ലേ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് വൈസ്രോയി ആരെന്ന് ചോദിച്ചാൽ റിപ്പൺ പ്രഭുവാണ് പറയാറുണ്ട് അല്ലേ. വർഷം ആലോചിക്കുക, 1882, റിപ്പൺ പ്രഭു. മനസ്സിലായല്ലോ. ഇവയെ പ്രാദേശിക ബോർഡുകൾ, ലോക്കൽ ബോർഡ്സ് എന്ന് വിളിച്ചിരുന്നു. വളരെ മന്ദഗതിയിൽ പുരോഗതി പ്രാപിച്ചു കൊണ്ടിരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളെ കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടി നടപടികൾ എടുക്കുവാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു. അന്ന് കാലത്ത്, അതായത് 82 ആ ടൈമിലൊക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നൊക്കെ, തദ്ദേശ സ്ഥാപനങ്ങളൊക്കെ എന്താണ്, വളരെ മന്ദഗതിയിലായിരുന്നു അവരുടെ പ്രവർത്തനങ്ങൾ. അപ്പൊ അവര് എന്ത് ചെയ്യണം, നല്ല രീതിയിൽ പുരോഗതി നമുക്ക് കൊണ്ടുവരണമെങ്കിൽ എന്താണ്, ഇവയൊക്കെ എന്ത് ചെയ്യണം, ഉണർത്തി കൊണ്ടുവരേണ്ടതുണ്ട് അല്ലേ. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു. ഇത് നോട്ട് ചെയ്തോട്ടാ. അടുത്തൊരു എക്സാമിലെ റാങ്ക് മേക്കിംഗ് സീരീസ് എന്ന് പറയുന്നത് ഈ ഭാഗമായിരിക്കും. 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ഇന്ത്യയിലെ ഏതാനും പ്രവിശ്യകളിൽ വില്ലേജുകളും പഞ്ചായത്തുകളും ഒക്കെ സ്ഥാപിക്കപ്പെട്ടു. വെറും പ്രവിശ്യകളില് വില്ലേജ് പഞ്ചായത്തുകളൊക്കെ സ്ഥാപിക്കപ്പെട്ടത് ഏത് ആക്ട് പ്രകാരം എന്ന് പറഞ്ഞാൽ 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. മോണ്ടേഗു അല്ലെങ്കിൽ മോണ്ടേഗു-ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരമാണ് എന്നുള്ളതും ഓപ്ഷനിൽ വരാം. പിന്നീട് നമുക്കറിയാം 1919 ശേഷം 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വന്നിട്ടുണ്ട് അല്ലേ. പക്ഷെ ആ ഗവൺമെന്റും എന്ത് ചെയ്യാണ്, ഈ ആക്ടിനെ പിന്തുണയ്ക്കുകയാണ് ചെയ്തത്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന് ശേഷവും ഈ പ്രവണത തന്നെ തുടർന്നു. അപ്പൊ സ്റ്റാർട്ടിങ് ഏതാണെന്ന് ആലോചിക്കണം. 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അല്ലെങ്കിൽ മോണ്ടേഗു-ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരമാണ് എന്ത് ചെയ്തത്, പ്രവിശ്യകളിൽ വില്ലേജുകളും പഞ്ചായത്തുകളും ഒക്കെ സ്ഥാപിക്കുന്നതിന് മുൻകൈ
എടുത്തത്. പിന്നീട് വന്ന ഗവൺമെന്റ് ആക്ട് ആണ് ഇത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടും ഇതിനെന്ത് ചെയ്തു? ചുക്കാൻ പിടിച്ചു. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ സാമ്പത്തിക രാഷ്ട്രീയ അധികാരങ്ങളുടെ വികേന്ദ്രീകരണത്തിനു വേണ്ടി മഹാത്മാഗാന്ധി ശക്തമായി വാദിച്ചു. ഗ്രാമപഞ്ചായത്തുകളെ ശാക്തീകരിക്കുകയാണ് ഇതിനുള്ള മാർഗമെന്ന് ഗാന്ധിജി വിശ്വസിച്ചു. എല്ലാ വികസന പ്രവർത്തനങ്ങളുടെയും വിജയത്തിന് പ്രാദേശിക ഇടപെടലുകൾ ആവശ്യമാണ്. അറിയാലേ, നമ്മൾ ഓരോരുത്തരും ഗ്രാമപ്രദേശങ്ങളിൽ ഇരിക്കുന്നവരാണ്. നമ്മളെ ഓരോരുത്തരെയും ശ്രദ്ധിക്കാനായിട്ട് കേന്ദ്ര ഗവൺമെന്റിനോ സ്റ്റേറ്റ് ഗവൺമെന്റിനോ കഴിയോ? ഇല്ല. നമ്മുടെ ചുറ്റും നമ്മുടെ പരിസരത്തുള്ള നമ്മുടെ പഞ്ചായത്തുകൾക്ക് അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ് നമ്മളെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് അറിയാനായിട്ട് സാധിക്കുക. അപ്പൊ നമുക്ക് അറിയുന്നുണ്ട് അല്ലെ, ഇന്ന് അതിന്റെ മൂല്യം എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ട് മഹാത്മാഗാന്ധിയാണ് ശക്തമായിട്ട് വാദിച്ചത്. ഗ്രാമപഞ്ചായത്തുകളെ ശാക്തീകരിച്ചാൽ മാത്രമേ നമ്മുടെ ഈ കാലഘട്ടത്തില് സാമ്പത്തിക രംഗത്താണെങ്കിലും രാഷ്ട്രീയ രംഗത്താണെങ്കിലും അധികാരങ്ങളെ വികേന്ദ്രീകരണത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തത്? മഹാത്മാഗാന്ധിയാണ് എന്ത് ചെയ്തു? ഗ്രാമപഞ്ചായത്തുകളെ ശാക്തീകരിക്കുക എന്ന ലക്ഷ്യം മുന്നോട്ട് വെച്ചത്. ഈ കോട്ടിങ് മഹാത്മാഗാന്ധിയുടെ ഒരു കോട്ടിംഗ് ആണ് ഇതിൽ പറയുന്നത്. നോക്കണം കേട്ടോ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം എന്നാൽ മുഴുവൻ ഇന്ത്യയുടെയും സ്വാതന്ത്ര്യമാണ്. താഴെ തട്ടിലാണ് സ്വാതന്ത്ര്യം ആരംഭിക്കേണ്ടത്. അതിനാൽ ഓരോ ഗ്രാമവും ഓരോ റിപ്പബ്ലിക് ആകുന്നു. ഓരോ ഗ്രാമവും സ്വയം പര്യാപ്തവും അവരുടെ കാര്യങ്ങൾ നിറവേറ്റാൻ പ്രാപ്തരുമായിരിക്കും. അസംഖ്യം ഗ്രാമങ്ങളാൽ നിർമ്മിതമായ ഈ ഘടന വളർന്നു വികസിച്ചു കൊണ്ടിരിക്കുന്ന വലയങ്ങൾ പോലെയാണ്. ഇവിടെ ജീവിതം അടിത്തറയുടെ ബലത്തെ ആശ്രയിച്ചു നിൽക്കുന്ന ഉപരിതലമുള്ള ഒരു പിരമിഡ് പോലെയാണ്. കണ്ടോ, ഉപരിതലമുള്ള ഒരു പിരമിഡ് പോലെയാണ് എന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ്. അപ്പൊ ഇത്രയും ഫുൾ ആയിട്ടൊന്നും കോട്ടിംഗ് തരാൻ സാധ്യതയില്ല. ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം, ഇന്ത്യയുടെ സ്വാതന്ത്ര്യം എന്നാൽ മുഴുവൻ ഇന്ത്യയുടെയും സ്വാതന്ത്ര്യമാണ്. താഴെ തട്ടിലാണ് സ്വാതന്ത്ര്യം ആരംഭിക്കേണ്ടത് എന്ന വാക്ക് ആരുടെ എന്ന് ചോദിച്ചാൽ അത് മഹാത്മാഗാന്ധിജിയുടേതാണ്. ഇനി അനന്തശയനം അയ്യങ്കാറിന്റെ ഒരു കോട്ടിംഗ് നോക്കൂ. ജനാധിപത്യത്തിന്റെ ഉത്തമ താല്പര്യം മുൻനിർത്തി ഗ്രാമങ്ങൾക്ക് സ്വയംഭരണ കലയിൽ പ്രായോഗിക പരിശീലനം നൽകേണ്ടതാണ്. അതിലൂടെ സ്വയം പര്യാപ്തതയിലേക്ക് നമ്മുടെ ഗ്രാമങ്ങളെ പരിവർത്തനപ്പെടുത്താനും ജനാധിപത്യ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ഗവൺമെന്റുകൾ അവിടങ്ങളിൽ രൂപീകരിക്കാനും നമുക്ക് കഴിയണം എന്ന് പറഞ്ഞത് അനന്തശയനം അയ്യങ്കാർ. ജനാധിപത്യത്തിന്റെ ഉത്തമ താല്പര്യം മുൻനിർത്തി എന്ത് ചെയ്യണം? ഗ്രാമങ്ങൾക്ക് സ്വയംഭരണ കലയിൽ പ്രായോഗിക പരിശീലനം നൽകണം എന്ന് പറഞ്ഞത് ആരാണ്? അനന്തശയനം അയ്യങ്കാറാണ്. ഇനി സ്വതന്ത്ര ഇന്ത്യയിലെ പ്രാദേശിക ഗവൺമെന്റുകളെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം. ലോക്കൽ ഗവൺമെന്റ്സ് ഇൻ ഇൻഡിപെൻഡന്റ് ഇന്ത്യ. സ്വതന്ത്ര ഇന്ത്യയിലെ പ്രാദേശിക ഗവൺമെന്റുകൾ ഭരണഘടനയുടെ 73, 74 വെരി ഇമ്പോർട്ടന്റ് ഭേദഗതികളോടെയാണ് നമ്മുടെ പ്രാദേശിക ഗവൺമെന്റുകൾക്ക് വലിയ മുന്നേറ്റം ഉണ്ടായത്. ഇതാണ് ഭേദഗതി 73, 74. നമ്മൾ നോർമലി പഠിക്കാറുണ്ട്. 73 പഞ്ചായത്തി രാജ് നിയമം, 74 നഗരപാലിക നിയമം എന്ന് പഠിക്കാറുണ്ട്. എന്നാൽ അതിനു മുൻപ് തന്നെ പ്രാദേശിക ഗവൺമെന്റുകളുടെ രൂപീകരണത്തിനൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ചില ശ്രമങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഈ ദിശയിൽ നടന്ന ആദ്യത്തെ പ്രവർത്തനം 1952 ആരംഭിച്ച ഗ്രാമീണ വികസന പദ്ധതിയാണ്. ഇത് വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളിലൂടെ ജനപങ്കാളിത്ത ഗ്രാമീണ വികസനത്തിന് പ്രാധാന്യം നൽകുകയുണ്ടായി. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഗ്രാമീണ മേഖലകളിൽ ഒരു ത്രിതല പഞ്ചായത്ത് ഭരണ സമ്പ്രദായവും ശുപാർശ ചെയ്യുകയുണ്ടായി. ഇന്ന് നമുക്കറിയാം, ഇന്ന് നമ്മൾ നിലവിലുള്ളത് ഇത് തന്നെയാണ്. ത്രിതല പഞ്ചായത്താണ് അല്ലെ? ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. 1960 ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങൾ ഏതാണ്? ഗുജറാത്ത്, മഹാരാഷ്ട്ര തെരഞ്ഞെടുക്കപ്പെട്ട തദ്ദേശ സമിതികൾ രൂപീകരിച്ചു. ഒരു സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ ചോദിച്ചൂടെ? 1960 ഗുജറാത്ത്, മഹാരാഷ്ട്രയിൽ തദ്ദേശ സമിതികൾ രൂപീകരിച്ചു. ആണ്, സത്യമാണ് അല്ലെ? അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. എന്നാൽ മിക്ക സംസ്ഥാനങ്ങളിലും എന്ത് ചെയ്തിട്ടില്ല? മിക്ക സംസ്ഥാനങ്ങളും ഈ സമിതികൾക്ക് പ്രാദേശികമായ വികസനം സാധ്യമാക്കുന്നതിന് ആവശ്യമായ അധികാരങ്ങളും ചുമതലകളും ഒന്നും ഇല്ലായിരുന്നു. കാരണം അന്നത്തെ സാഹചര്യം അങ്ങനെയാണ്. 1960 കാലഘട്ടം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരിക്കലും ഗുജറാത്ത്, മഹാരാഷ്ട്രയിലൊക്കെ അതായത് ചില തദ്ദേശ സമിതികൾ രൂപീകരിച്ചെങ്കിലും മറ്റു ഭാഗങ്ങൾക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല? ഇതിനെ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. സാമ്പത്തിക സഹായത്തിനായിട്ട് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളെ ഇവർക്ക് ആശ്രയിക്കേണ്ടി വന്നു. പല സംസ്ഥാനങ്ങളും
തെരഞ്ഞെടുത്ത പ്രാദേശിക സമിതികളുടെ ആവശ്യകതയെ കുറിച്ചിട്ട് ചിന്തിച്ചിരുന്നില്ല. പ്രാദേശിക സമിതികളെ പിരിച്ചുവിട്ട് ഭരണം ഉദ്യോഗസ്ഥന്മാർക്ക് കൈമാറിയ നിരവധി സംഭവങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്? ആ സമയത്ത് ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥ ഭരണമൊക്കെ വരുന്ന സമയത്ത് എന്തായിരിക്കും ഒന്ന് നമുക്ക് ഒന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ കുറെ സംസ്ഥാനങ്ങളിലെ പ്രാദേശിക സമിതികളിലേക്ക് പരോക്ഷ തെരഞ്ഞെടുപ്പാണ് നടത്തിയിരുന്നത്. ശ്രദ്ധിക്കണം കേട്ടോ. കുറെ സംസ്ഥാനങ്ങളില് പ്രാദേശിക സമിതികളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഏത് രീതിയിലായിരുന്നു? പരോക്ഷ തെരഞ്ഞെടുപ്പാണ് നടത്തിയിരുന്നത്. നിരവധി സംസ്ഥാനങ്ങൾ, അതായത് 73, 74 ഭേദഗതികൾ വരുന്നതിന് മുമ്പുള്ള കാര്യമാണ് പറയുന്നത്. നിരവധി സംസ്ഥാനങ്ങളിൽ പ്രാദേശിക സമിതികളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കാലാകാലങ്ങളായിട്ട് മാറ്റിവെച്ചു കൊണ്ടിരുന്നു. കാരണം അന്നത്തെ കാലഘട്ടത്തിൽ എന്ന് പറയുന്നത് ഇപ്പൊ ഗുജറാത്ത്, മഹാരാഷ്ട്രയൊക്കെ തദ്ദേശ സമിതികൾ രൂപീകരിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിൽ മറ്റു ഭാഗങ്ങളിലൊന്നും തദ്ദേശ സമിതികളെ വികസിപ്പിച്ച് കൊണ്ടുവരാനോ, തദ്ദേശ സമിതികൾ തന്നെ ആകെ ചെറുതായിട്ട് ഉണ്ടായിരുന്നെങ്കിൽ അതിനെ തന്നെ പിരിച്ചുവിടേണ്ട അവസ്ഥയും, അതേപോലെ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ഉദ്യോഗസ്ഥ ഭരണം ഏൽപ്പിക്കേണ്ട അവസ്ഥയും ഒക്കെ ആയിരുന്നു അന്നത്തെ കാലഘട്ടത്തില്. പ്രാദേശിക ഗവൺമെന്റുകളുടെ പ്രവർത്തനത്തെക്കുറിച്ച് വിശദമായ ഒരു പുനരവലോകനം വെരി ഇമ്പോർട്ടന്റ് 1987 ശേഷം ഉണ്ടായി. പ്രാദേശിക സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി നൽകണമെന്ന് 1989 PK തുങ്കൻ കമ്മിറ്റി ശുപാർശ ചെയ്തു. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർക്ക് നോക്കണവർക്ക് അറിയാം. കാരണം വന്ന ഭാഗങ്ങൾ എവിടെന്നാന്നുള്ളത്. അപ്പൊ പ്രാദേശിക സ്ഥാപനങ്ങൾക്ക് അല്ലെങ്കിൽ ചോദിക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അങ്ങനെയും വരാം കേട്ടോ. ഭരണഘടനാ പദവി, ഈ വാക്കാണ് നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ഭരണഘടനാ പദവി നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? PK തുങ്കൻ കമ്മിറ്റിയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അല്ലെങ്കിൽ പ്രാദേശിക സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മീഷൻ കമ്മിറ്റി ഏതാണ്? PK തുങ്കൻ കമ്മിറ്റി. വന്ന വർഷം 1989. PK തുങ്കൻ കമ്മിറ്റി. എന്താണ് തുങ്കൻ കമ്മിറ്റിയുടെ പ്രത്യേകത? വരും ക്വസ്റ്റ്യൻ വരും. എന്താണ്? പ്രാദേശിക സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി. വെരി ഇമ്പോർട്ടന്റ്. ഞാൻ പറയുന്നു, അടുത്തതിൽ നമുക്കൊരു മാർക്ക്. പ്രാദേശിക ഭരണ സ്ഥാപനങ്ങളിലേക്ക് കാലാകാലങ്ങളിലുള്ള തെരഞ്ഞെടുപ്പ്, ഉചിതമായ ചുമതലകളുടെ പട്ടികപ്പെടുത്തൽ, മതിയായ ഫണ്ട് എന്നിവ ഉറപ്പാക്കുന്നതിനായിട്ട് ഒരു ഭരണഘടനാ ഭേദഗതിക്ക് കമ്മിറ്റി എന്ത് ചെയ്തു? ഒരു ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് ശുപാർശ ചെയ്തു. അപ്പൊ നമുക്കറിയാം, നമ്മളിപ്പോ ഇത്ര നേരം പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? 73, 74 ഭേദഗതികൾ നിലവിൽ വരുന്നതിന് മുമ്പുള്ള കാര്യങ്ങളാണ്. ഓക്കെ, 1960 നമ്മൾ പറഞ്ഞു, ഗുജറാത്ത്, മഹാരാഷ്ട്ര കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ 60 കാലഘട്ടങ്ങൾ കഴിഞ്ഞു. ഭരണമൊക്കെ പല രീതിയിൽ മാറി മറിയുന്നു. ഒരു നല്ല രീതിയിൽ ഒരു ഗ്രാമങ്ങളെ വികസിപ്പിച്ചു കൊണ്ടുവരാനുള്ള സാധ്യത ഒന്നുമില്ല. കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രവർത്തനമൊക്കെ എന്താണ്? നിലയ്ക്കാണ് അല്ലെ. അപ്പൊ 1989 ആയപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? PK തുങ്കൻ കമ്മിറ്റി ഇങ്ങനെ ഒരു ശുപാർശ കൊണ്ടുവരികയാണ്. പ്രാദേശിക സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കണം, അവിടെ ഒരു ആർട്ടിക്കിൾ വരും അല്ലേ. ആ സ്ഥാപനത്തിന് ഒരു ആർട്ടിക്കിൾ വരും. നമുക്കറിയാം, നമ്മൾ ഓരോ കമ്മീഷൻസ് പഠിക്കുമ്പോൾ നമ്മൾ വേർതിരിച്ച് പഠിക്കാറുണ്ട് അല്ലെ. ആർട്ടിക്കിൾ ഉള്ളതെല്ലാം ഭരണഘടനാ സ്ഥാപനങ്ങളാണ്, ആർട്ടിക്കിൾ ഇല്ലാത്തതെല്ലാം ഭരണഘടനാ സ്ഥാപനങ്ങളല്ല എന്നുള്ള, അല്ലെങ്കിൽ ഒരു ഉപദേശക സമിതി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി പദവിയാണെന്നൊക്കെ നമ്മൾ പഠിക്കാറുണ്ട്. അതേപോലെ 73, 74 ഭേദഗതികൾ കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? പിന്നീട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കൊക്കെ ഒരു ഭരണഘടനാ പദവി കൊടുക്കുന്നത്. ഇനി 73, 74 ഭേദഗതികളെ കുറിച്ച് നമുക്ക് നോക്കാം. 1989 2 ഭരണഘടനാ ഭേദഗതികൾ കേന്ദ്ര ഗവൺമെന്റ് എന്ത് ചെയ്തു? കൊണ്ടുവന്നു. ഏതൊക്കെയാണ് 2 ഭരണഘടനാ ഭേദഗതികൾ? 73, 74. ഈ ഭേദഗതികൾ ലക്ഷ്യം വെച്ചത് പ്രാദേശിക ഗവൺമെന്റുകളെ ശക്തിപ്പെടുത്തുകയും രാജ്യത്തുടനീളം ഇവയ്ക്ക് ഏകീകൃത ഘടനയും ചുമതലകളും നൽകുക എന്നതാണ്. 1989 2 ഭരണഘടനാ ഭേദഗതികൾ എന്ത് ചെയ്യുന്നത്? കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവരികയും എന്തിനു വേണ്ടി കൊണ്ടുവന്നു? പ്രാദേശിക ഗവൺമെന്റുകളെ ശക്തിപ്പെടുത്താനും അതേപോലെ തന്നെ രാജ്യത്തുടനീളം ഇവയ്ക്ക് ഏകീകൃത ഘടനയും ചുമതലകളും നൽകാൻ വേണ്ടിയിട്ടാണ്. ഇനി 1989 കഴിഞ്ഞു, അങ്ങനെ 92 ഇല്ലേ. നമുക്കറിയാം എന്നാണ് ഈ ഭേദഗതി വന്നത് എന്നുള്ളത്. 1992 ശേഷം 73, 74 ഭരണഘടനാ ഭേദഗതികൾ പാർലമെന്റ് പാസ്സാക്കി. കണ്ടോ, 92 ശേഷമാണ് 73, 74 ഭരണഘടനാ ഭേദഗതികൾ പാർലമെന്റ് പാസ്സാക്കുന്നത്. 73 ഭേദഗതി ഗ്രാമീണ തലത്തിലുള്ള പ്രാദേശിക ഗവൺമെന്റുകളെ കുറിച്ചും ശ്രദ്ധിച്ചോ. 73 ഭേദഗതി എന്താണ്? പ്രാദേശിക ഗവൺമെന്റുകളെ കുറിച്ചിട്ടും, അല്ലെങ്കിൽ എന്താ പറയാ, പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ PRIs എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ഇനി 74 ഭേദഗതി എന്താണ്? പ്രാദേശിക നഗരങ്ങളിൽ കേട്ടോ, നഗരങ്ങൾ. ഇതെന്താണ് ഇവിടെ പറഞ്ഞത്? ഗ്രാമീണവും അല്ലെ. 73 ഭേദഗതി ഗ്രാമീണവും, 74 ഭേദഗതി നഗരങ്ങളിലും. 74 ഭേദഗതി നഗരങ്ങളിലെ പ്രാദേശിക ഗവൺമെന്റുകളെ കുറിച്ചിട്ടും, പ്രാദേശിക പറയുമ്പോൾ നഗരപാലിക പ്രതിപാദിക്കും. അപ്പൊ 73 എന്താണ്?
73 ഭേദഗതി എന്താണ്? പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളെ കുറിച്ചിട്ടും 74 നഗരപാലിക ഗവൺമെന്റിന് സ്ഥാപനത്തെ കുറിച്ചിട്ടുമാണ് അല്ലെ. 73, 74 ഭേദഗതികൾ 1993 നിലവിൽ വന്നു. പഠിച്ചോളൂ. 73, 74 ഭേദഗതികൾ നിലവിൽ വന്ന വർഷം 1993. 1993. പ്രാദേശിക ഗവൺമെന്റുകൾ സംസ്ഥാന പട്ടികയിൽ പെടുന്ന വിഷയമാണെന്ന് നമ്മൾ ആണല്ലേ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. ഈ വിഷയത്തിൽ സംസ്ഥാനങ്ങൾക്ക് അവരുടേതായ നിയമം രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പഠിക്കണേ. സംസ്ഥാനങ്ങൾക്ക് അവരുടേതായ നിയമം രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. കാരണം നമുക്കറിയാം സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നത് ആര് തന്നെയാണ്? സ്റ്റേറ്റ് ഗവൺമെന്റ് തന്നെയാണ്. അപ്പോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നതും ഏത് തന്നെയാണ്? ഒരു സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു സംഭവമാണ്. അപ്പൊ അവിടെ അതിൽ തീരുമാനിക്കുന്നത് ആര് തന്നെയാണ്? സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. എന്നാൽ ഒരിക്കൽ ഭരണഘടനാ ഭേദഗതി ചെയ്താൽ സംസ്ഥാനങ്ങൾക്ക് പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നിയമത്തിൽ മാറ്റം വരുത്തേണ്ടതുണ്ട്. ഭരണഘടനാ ഭേദഗതിയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന ഗവൺമെന്റുകൾക്ക് അവരുടെ നിയമത്തിൽ മാറ്റം വരുത്താൻ 1 വർഷത്തെ എന്ത് ചെയ്തു? സമയം കൊടുത്തു. എന്താണ് 73 ഭേദഗതിയിൽ എന്നുള്ളത് നമുക്ക് നന്നായിട്ട് നോക്കാം. 73 ഭരണഘടനാ ഭേദഗതി പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തിയതെന്ന് നോക്കാം കേട്ടോ. അതിൽ വന്നതാണ് ത്രിതല ഘടന. 73 ഭേദഗതി പ്രകാരമാണ് എങ്ങനെ വന്നു? ഗ്രാമപഞ്ചായത്ത്, അതുപോലെ ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. നിങ്ങൾ ഇതിൽ ശ്രദ്ധിക്കണം. ബ്ലോക്ക് പഞ്ചായത്തിന്റെ മറ്റൊരു പേരാണ് മണ്ഡൽ പഞ്ചായത്ത്. നാളെ ഒരു ചോദ്യം വന്നാൽ തെറ്റിക്കരുത്. മണ്ഡൽ പഞ്ചായത്ത് എന്നറിയപ്പെടുന്നത് ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. ഓപ്ഷൻ വരും. ഏതായിരിക്കണം? ബ്ലോക്ക് പഞ്ചായത്താണ് കേട്ടോ. ഇനി എന്താണ് 3 ടയർ സ്ട്രക്ചർ നോക്കാം. എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരു ഏകീകൃത ത്രിതല പഞ്ചായത്തി രാജ് ഘടനയാണുള്ളത്. പഠിച്ചോളൂ. ഓരോരോ പോയിന്റ് ആയിട്ട് പഠിക്കണേ. എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരു ഏകീകൃത ത്രിതല പഞ്ചായത്തി രാജ് ഘടനയാണുള്ളത്. എല്ലാം ഏറ്റവും അടിത്തട്ടിലുള്ളത് ആരാണ്? ഗ്രാമപഞ്ചായത്താണ്. ഏറ്റവും അടിത്തട്ടിലുള്ളത് ഗ്രാമപഞ്ചായത്താണ്. രണ്ടാമത്തെ പോയിന്റ്. ഒരു ഗ്രാമപഞ്ചായത്ത് ഒരു ഗ്രാമത്തെയോ ഒരു കൂട്ടം ഗ്രാമങ്ങളെയോ പ്രതിനിധീകരിക്കുന്നു. മധ്യസ്ഥാനത്തായിട്ട് നിലകൊള്ളുന്നത് ആരാണ്? അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞു മണ്ഡൽ അല്ലെ, അല്ലെങ്കിൽ ബ്ലോക്ക് അല്ലെ, അല്ലെങ്കിൽ താലൂക്ക് എന്ന പേരുകളിലൊക്കെ അറിയപ്പെടുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് നമ്മളൊക്കെ കൂടുതലായിട്ട് ഇപ്പൊ നമ്മുടെ ഭാഗങ്ങളിൽ പറയുന്ന ബ്ലോക്ക് പഞ്ചായത്ത് എന്നാണ് അല്ലെ. ഈ സ്ഥാപനങ്ങളെ മണ്ഡൽ അല്ലെങ്കിൽ താലൂക്ക് പഞ്ചായത്ത് എന്നും അറിയപ്പെടുന്നു. അപ്പൊ നാളെ ഒരു ചോദ്യം വരികയാണെങ്കിൽ മണ്ഡൽ പഞ്ചായത്ത് എന്നറിയപ്പെടുന്ന ഏതാണ്? ബ്ലോക്ക് പഞ്ചായത്താണ്. പഠിച്ചല്ലോ. ചെറിയ സംസ്ഥാനങ്ങളിൽ മധ്യസമിതി രൂപീകരിക്കണമെന്ന് നിർബന്ധമില്ല. ചെറിയ സംസ്ഥാനങ്ങളില് സ്റ്റേറ്റ്മെന്റ് വരുമ്പോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഒക്കെ വരുമ്പോ നമ്മൾ അങ്ങോട്ട് വട്ടം കറങ്ങും അല്ലേ. അപ്പൊ നമ്മൾ നമ്മുടെ ചുറ്റുള്ള ബ്ലോക്ക് പഞ്ചായത്തുകളിൽ കൂടെ നമ്മുടെ ചെവി കൂടെ ഈച്ച വറക്കണ പോലെ അങ്ങോട്ട് പോണുകയാണ് അല്ലെ. ഓരോരോ ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും നോക്കിക്കേ, ഒരു സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ, ഇങ്ങനെ ഒരു ഹെഡിങ് തന്നെ നമ്മുടെ ലെസണിൽ കിടക്കുന്നുണ്ട്. അവർക്ക് എടുത്ത് ത്രിതല ഘടന, ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാൻ എത്ര ഇടാൻ എളുപ്പമാണ് അല്ലെ. അപ്പൊ നമ്മളത് പഠിച്ചിരിക്കണം അല്ലെ. അപ്പോ ഇപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്? ചെറിയ സംസ്ഥാനങ്ങളിൽ മധ്യസമിതി രൂപീകരിക്കണമെന്ന് നിർബന്ധമില്ല. വെരി വെരി ഇമ്പോർട്ടന്റ്, നോട്ട് ചെയ്തണം. എന്താണ് അത് പറഞ്ഞത്? എന്താ മധ്യസമിതി? ബ്ലോക്ക് പഞ്ചായത്ത് പറഞ്ഞില്ലേ. അതായത് ഗ്രാമപഞ്ചായത്തിന്റെയും ജില്ലാ പഞ്ചായത്തിന്റെയും ഇടയ്ക്കിലല്ലേ ബ്ലോക്ക് പഞ്ചായത്ത് അല്ലെങ്കിൽ മണ്ഡൽ പഞ്ചായത്ത് അല്ലെങ്കിൽ താലൂക്ക് പഞ്ചായത്ത് എന്നറിയപ്പെടുന്നത്. അപ്പൊ ഇത് മധ്യസമിതി, മധ്യത്തിൽ കിടക്കുന്നതാണ് അല്ലെ. അപ്പൊ ചെറിയ സംസ്ഥാനങ്ങളിലൊന്നും എന്ത് വേണം എന്നില്ല എന്നാ അവര് പറയുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് വേണമെന്നില്ല എന്നാണ് പറയുന്നത്. ഏറ്റവും മുകൾ തട്ടിൽ ജില്ലാ പഞ്ചായത്ത് ജില്ലയിലെ എല്ലാ ഗ്രാമങ്ങളെയും പ്രതിനിധീകരിക്കുന്നു. എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും നിർബന്ധമായും ഗ്രാമസഭകൾ രൂപീകരിക്കണമെന്ന് 73 ഭരണഘടനാ ഭേദഗതി വ്യവസ്ഥ ചെയ്യുന്നു. നോട്ട് ചെയ്യണം. നോട്ട് ദ പോയിന്റ്. എല്ലാ ഗ്രാമപഞ്ചായത്തുകളും നിർബന്ധമായും എന്ത് ചെയ്യണം? ഗ്രാമസഭകൾ രൂപീകരിക്കണം എന്ന് പറയുന്ന ഭേദഗതി ഏതാണ്? 73 ഭരണഘടനാ ഭേദഗതിയാണ്. പഞ്ചായത്ത് പ്രദേശത്തെ പ്രായപൂർത്തിയായ എല്ലാ വോട്ടർമാരും ശ്രദ്ധിക്കണം. ഗ്രാമസഭയെ കുറിച്ച് എല്ലാ പോയിന്റും നോട്ട് ചെയ്തോണം. വെരി ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റത്തെ പോയിന്റ് പഠിക്കുക. എല്ലാ ഗ്രാമപഞ്ചായത്തുകളും നിർബന്ധമായും ഗ്രാമസഭകൾ രൂപീകരിക്കണമെന്ന് 73 ഭരണഘടനാ ഭേദഗതി വ്യവസ്ഥ ചെയ്യുന്നു. ഒരു പോയിന്റ്. പഞ്ചായത്ത് പ്രദേശത്തെ നോക്കിക്കേ, പ്രായപൂർത്തിയായ, നമ്മളെ കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യനിൽ തൊഴിലുറപ്പിനെ കുറിച്ചിട്ട് ചോദിച്ചത് ഓർമ്മയുണ്ടോ? NREGS
വരുന്നത് എല്ലാ ഗ്രാമത്തിലെയും മുതിർന്നവരാണ്, എല്ലാ ദാരിദ്ര്യ വിഭാഗത്തിലെയും പിന്നാണ്, എല്ലാ പിന്നാക്ക വിഭാഗത്തിലെയും പറഞ്ഞിട്ടുണ്ടോ. നമ്മൾ അവിടെ ഒന്നൊന്ന് സ്റ്റക്കായില്ലേ ക്വസ്റ്റ്യൻ കണ്ട സമയത്ത്? ശ്രദ്ധിക്കണം. പഞ്ചായത്ത് പ്രദേശത്തെ പ്രായപൂർത്തിയായ എല്ലാ വോട്ടർമാരും ഗ്രാമസഭയിലെ അംഗങ്ങളാണ്. പഞ്ചായത്ത് പ്രദേശത്തെ പ്രായപൂർത്തിയായ എല്ലാ വോട്ടർമാരും ഗ്രാമസഭയിലെ അംഗങ്ങളാണ്. ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ, ജോക്കായിട്ട് പറയണം കേട്ടോ. അപ്പൊ നമുക്കറിയാം, ഒരു ഗ്രാമസഭ കൂടുമ്പോ ചിലപ്പോ അവിടെ മക്കളോ ചിലപ്പോ വീട്ടില് പാരന്റ് ഇല്ലെങ്കിൽ എന്ത് പറയും, നീ ഒന്ന് പോയിട്ട് വാ, എന്ന് എന്താ പറയണെന്നുള്ളത് ഞാനൊന്ന് അറിയട്ടെ എന്ന് പറഞ്ഞിട്ട് വീട്ടിലുള്ള ആരെങ്കിലും അയക്കില്ലേ. ചിലപ്പോ അത് 15 വയസ്സായ ഒരു കുട്ടിയായിരിക്കാം, അല്ലെങ്കിൽ 16 വയസ്സായ ഒരു ആൺകുട്ടിയായിരിക്കാം. അപ്പൊ നമ്മൾ ചിന്തിക്കും, അല്ല ഞാൻ അന്ന് ഗ്രാമസഭയ്ക്ക് പോണ സമയത്ത് അവിടെ ഉണ്ടായിരുന്നല്ലോ വേറെ കുട്ടികൾ, അങ്ങനെ മുതിർന്നവർക്കൊന്നും ഇല്ല, പ്രായപൂർത്തിയായൊന്നുമില്ല, അന്ന് അവിടെ ഗ്രാമസഭയിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടി ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും അല്ലേ. നമ്മള് നല്ല കാര്യങ്ങളൊന്നും ചിന്തിച്ചിട്ട് ആ എക്സാം ഹാളിൽ എങ്ങനെയെങ്കിലും ആൻസർ ഒന്ന് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലും ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നല്ല രീതിയിൽ ഒന്ന് ആലോചിച്ചു. അപ്പൊ അങ്ങനെയല്ല, പഞ്ചായത്ത് പ്രദേശത്തെ പ്രായപൂർത്തിയായ എല്ലാ വോട്ടർമാരും ഗ്രാമസഭയിലെ അംഗങ്ങളാണ്. രണ്ടാമത്തെ പോയിന്റ് പഠിച്ചോ. സംസ്ഥാന നിയമനിർമ്മാണ സഭയാണ് ഇതിന്റെ പ്രവർത്തനങ്ങളും ചുമതലകളും നിർവഹിക്കുന്നത്. 3 പോയിന്റ് വെരി ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കണം കേട്ടോ. സംസ്ഥാന നിയമനിർമ്മാണ സഭയാണ് ഇതിന്റെ പ്രവർത്തനങ്ങളും ചുമതലകളും തീരുമാനിക്കുന്നത്. ഇനി എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നോക്കിക്കേ. പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളുടെ 3 തലം. ഏതാണ് 3 തലം? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഗ്രാമ, ബ്ലോക്ക്, ജില്ല. 3 തലങ്ങളിലും ജനങ്ങൾ നേരിട്ടാണ് തെരഞ്ഞെടുക്കുന്നത്. ഒരു പോയിന്റ് പഠിച്ചോ. പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളുടെ 3 തലങ്ങളിലും ജനങ്ങൾ നേരിട്ടാണ് നമ്മുടെ ഗ്രാമസഭയിൽ നമ്മുടെ വാർഡ് മെമ്പർമാരും നമ്മൾ പ്രസിഡന്റിനൊക്കെ നമ്മൾ പ്രസിഡന്റ് ഒക്കെ പരോക്ഷ തെരഞ്ഞെടുപ്പാണ്. ജനങ്ങളെ നമ്മൾ വാർഡ് മെമ്പർമാരെ നമ്മൾ നേരിട്ടല്ലേ തെരഞ്ഞെടുക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറിനെ നമ്മൾ പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുന്ന സമയത്ത് അതിൽ നിന്ന് ഒരാളിനെ നമ്മൾ ബ്ലോക്കിലേക്ക് അയക്കാറില്ലേ. ഓരോ പഞ്ചായത്ത് സമിതിയുടെയും കാലാവധി 5 വർഷമാണ്. രണ്ടാമത്തെ പോയിന്റ് പഠിക്കുക. 5 വർഷ കാലാവധി തീരുന്നതിന് മുമ്പ് സംസ്ഥാന ഗവൺമെന്റ് പഞ്ചായത്തിനെ പിരിച്ചുവിടുകയാണെങ്കിൽ 5 വർഷ കാലാവധി, അതായത് ഒരു തെരഞ്ഞെടുപ്പ് നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളാണെങ്കിലും ബ്ലോക്കിലാണെങ്കിലും അവിടെ കാലാവധി എത്രയാണ്? 5 വർഷമാണ് കാലാവധി അല്ലെ. ഇനിയിപ്പോ 5 വർഷത്തിന് മുമ്പ് ഈ ഭരണസമിതിയെ പിരിച്ചു വിടുകയാണെങ്കിൽ ആര് പിരിച്ചുവിടും? സംസ്ഥാന ഗവൺമെന്റ് പഞ്ചായത്തിനെ പിരിച്ചുവിടുകയാണെങ്കിൽ 6 മാസത്തിനുള്ളിൽ പുതിയ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതാണ്. ഇപ്പൊ നമ്മൾ പഞ്ചായത്തിലേക്ക് നമ്മൾ ഒരു ഭരണസമിതിയിലേക്ക് എന്ത് ചെയ്യുന്നു? കുറച്ചു പേരെ എന്ത് ചെയ്യുന്നു? അയച്ചുവിട്ടു അല്ലെ. അവരങ്ങനെ പോയി. അപ്പൊ കഴിഞ്ഞു, ഒരു 4 വർഷം കഴിഞ്ഞു. 4 വർഷം കഴിഞ്ഞ സമയത്ത് എന്ത് ചെയ്യണം? ആ ഭരണസമിതിയെ പിരിച്ചുവിടേണ്ട ഒരു സാഹചര്യം, കാരണം മോശമാണ്, ദുർനടപ്പാണ്, എന്തെങ്കിലും ആയിക്കോട്ടെ, ഓക്കെ, അങ്ങനെ പിരിച്ചുവിടേണ്ട അവസ്ഥ വരികയാണെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു? ഇവരെയൊക്കെ അങ്ങോട്ട് കട്ട് ചെയ്ത് അങ്ങോട്ട് വിടുന്നു. ഓക്കെ, ഇനി ബാക്കി എത്രയുണ്ട്? ഇവിടെ 1 ഇയർ ഉണ്ട്. ഇനി ബാക്കി 1 ഇയർ ബാലൻസ് കിടക്കുകയാണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? 1 ഇയർ ബാലൻസ് കിടക്കണം. അതല്ല അവിടെ ഉത്തരം. 4 വർഷം കഴിഞ്ഞു. പിന്നെ ഇവിടെ ഭരണസമിതി, അവിടെ പഞ്ചായത്തിലാണെങ്കിലും ബ്ലോക്കിലാണെങ്കിലും ഭരണസമിതി വേണമല്ലോ. അപ്പൊ എന്ത് ചെയ്യണം? 6 മാസത്തിനുള്ളിൽ തന്നെ എന്ത് ചെയ്യണം? പുതിയ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതാണ്. അപ്പൊ ഓപ്ഷനിൽ ചിലപ്പോൾ 3 ഉണ്ടാകും, 2 മാസം ഉണ്ടാകും, 1 വർഷമൊക്കെ ഉണ്ടാവും. അപ്പൊ അവിടെ എന്ത് വേണം? 6 മാസമാണ് കേട്ടോ. പുതിയ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതാണ്. തെരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്ത് സ്ഥാപനങ്ങളുടെ നിലനിൽപ്പ് ഈ വകുപ്പിലൂടെ ഉറപ്പുവരുത്തുന്നു. 73ാം ഭേദഗതിക്ക് മുമ്പ് പല സംസ്ഥാനങ്ങളിലും ജില്ലാതല സമിതികളിലേക്ക് പരോക്ഷ തെരഞ്ഞെടുപ്പ് നടന്നിരുന്നെങ്കിലും, അപ്പൊ ശ്രദ്ധിക്കണം, 73ാം ഭേദഗതിക്ക് മുമ്പ് പല സംസ്ഥാനങ്ങളിലും എങ്ങനെയാണ് ജില്ലാതല സമിതികളിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നത്? പ്രത്യക്ഷമായിട്ടാണോ? അല്ല, പരോക്ഷ തെരഞ്ഞെടുപ്പ് നടന്നിരുന്നെങ്കിൽ പിരിച്ചു വിട്ടതിന് ശേഷം ഉടൻ തന്നെ തെരഞ്ഞെടുപ്പ് നടത്താൻ ചട്ടം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇവിടെ പോയിന്റ് നോക്കേണ്ടത്, 73ാം ഭേദഗതിക്ക് മുമ്പ് പല എല്ലാവരുടെയും പറയുന്നില്ല, പല സംസ്ഥാനങ്ങളിലും ജില്ലാ സമിതിയിലേക്ക് പരോക്ഷ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ തെരഞ്ഞെടുപ്പ് നടന്നിരുന്നെങ്കിലും, ഇപ്പൊ ആ തെരഞ്ഞെടുപ്പ് നടന്നു, ഒരു വ്യക്തി വന്നു, എന്നിട്ട് അവനെ പിരിച്ചു വിടുകയാണെങ്കിൽ ഉടനെ തന്നെ തെരഞ്ഞെടുപ്പ് നടത്താനൊന്നും അവിടെ ചട്ടം ഉണ്ടായിരുന്നില്ല. ഇനി എന്താണ് സംവരണം നോക്കിക്കേ. റിസർവേഷൻ. എല്ലാ പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളിലെയും 1/3 സീറ്റുകൾ, എങ്ങനെയാണ്? 1/3 സീറ്റുകൾ സ്ത്രീകൾക്കായിട്ട് സംവരണം ചെയ്തിരിക്കുന്നു. നോട്ട് ചെയ്യണം. എല്ലാ പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളിലെയും 1/3 സീറ്റുകൾ ആർക്കാണ്? സ്ത്രീകൾക്കായിട്ട് സംവരണം ചെയ്തിരിക്കുന്നു. ജനസംഖ്യ ആനുപാതികമായി, ശ്രദ്ധിക്കണം, രണ്ടാമത്തെ പോയിന്റ്, ജനസംഖ്യയ്ക്ക് ആനുപാതികമായി പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കും 3 പ്രാദേശിക സമിതികളും, ഏതാണ് 3 പ്രാദേശിക സമിതി? ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും എന്ത് ചെയ്യണം? ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ട് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കും എന്ത് ചെയ്യണം?
സീറ്റ് സംവരണം ചെയ്യണം. ഒരു ഇതിൽ മാത്രമല്ല, 3ലും അങ്ങനെയാണ് കേട്ടോ. ഗ്രാമപഞ്ചായത്തിലാണെങ്കിലും ബ്ലോക്ക് പഞ്ചായത്തിലാണെങ്കിലും ജില്ലാ പഞ്ചായത്തിലാണെങ്കിലും ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ട് 3ലും എവിടെ എന്ത് ചെയ്യണം? പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് സീറ്റുകൾ സംവരണം ചെയ്തിരിക്കുന്നു. ആവശ്യമാണെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾക്കും സംവരണം ഏർപ്പെടുത്താം. ഇപ്പൊ നമ്മൾ പറയും SC സംവരണമാണ്, ST സംവരണമാണ് എന്നൊക്കെ നമ്മൾ പറയണ്ട. അല്ലാതെ ഇനിയിപ്പോ നമുക്ക് OBCക്ക് വേണ്ടിയിട്ടും ഇനി വേണമെങ്കിൽ എന്ത് ചെയ്യാന്നാ പറയുന്നത്? സ്റ്റേറ്റ് ഗവൺമെന്റിന് സംവരണം ഏർപ്പെടുത്താം. ഇവിടെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് സംവരണം സാധാരണ അംഗങ്ങൾക്ക് മാത്രമല്ല പഞ്ചായത്ത് അധ്യക്ഷയുടെയും സ്ഥാനത്തേക്കും ബാധകമാണ്. പഞ്ചായത്തിന്റെ അധ്യക്ഷ നമുക്കറിയാം. ഇപ്പൊ നമ്മൾ പറയുന്നത് ഇപ്പൊ ഇവിടെ പറഞ്ഞത് എന്താണ്? വാർഡ് മെമ്പറിലേക്ക് മാത്രമോ അല്ലെങ്കിൽ ജില്ലാ ബ്ലോക്കിലേക്ക് മാത്രമല്ല ഈ പിന്നോക്ക വിഭാഗത്തിൽ നിന്നുള്ള സംവരണം എന്ന് പറയുന്നത്. ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടല്ലോ, അവരിലേക്കും എന്ത് ചെയ്യാം? ഈ സംവരണം കൊണ്ടുവരാം എന്നാണ് പറയുന്നത്. ഇപ്പൊ പഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പൊ ഇന്നയാൾക്ക് മാത്രമേ ആകാൻ പാടുള്ളൂന്നില്ല, അതിലും സംവരണം ഏർപ്പെടുത്താം. സ്ത്രീകൾക്ക് നൽകിയിരിക്കുന്ന 1/3 സംവരണം പൊതുവിഭാഗത്തിലെ സീറ്റുകൾക്ക് മാത്രമല്ല പട്ടികജാതി പട്ടികവർഗ മറ്റു പിന്നോക്ക വിഭാഗങ്ങൾക്കും കൂടിയുള്ളതാണ്. വനിതകൾക്ക് സംവരണം ചെയ്യപ്പെട്ട സീറ്റുകളുടെ 1/3 പട്ടികജാതി പട്ടികവർഗക്കാർക്കുള്ളതാണെന്ന് ഇതിന് അർത്ഥം. അങ്ങനെ ഒരു ദളിത് സ്ത്രീക്കോ അല്ലെങ്കിൽ ആദിവാസി സ്ത്രീക്കോ സർപഞ്ച് ആകാനുള്ള അവസരം ലഭിക്കുന്നു. വിഷയങ്ങളുടെ കൈമാറ്റം. സംസ്ഥാന ലിസ്റ്റിൽ നിന്ന് നോട്ട് ചെയ്യണം. 29 വിഷയങ്ങൾ കണ്ടെത്തി ഭരണഘടനയുടെ 11ാം പട്ടികയിൽ ചേർത്തിരിക്കുന്നു. അപ്പൊ 73ാം ഭേദഗതി എന്ന് പറയുന്നത് എത്രാമത്തെ പട്ടികയിലാണ്? 11ാമത്തെ പട്ടികയിലാണ്. ഈ ഭേദഗതി കൊണ്ടുവന്നല്ലോ 1993 73ാമത്തെ ഭേദഗതി കൊണ്ടുവന്നു. അപ്പൊ അത് ഏത് പട്ടികയിലാണ് ഉൾപ്പെടുത്തിയത്? 11ാമത്തെ പട്ടികയിലാണ്. ഈ 11ാമത്തെ പട്ടികയിൽ ഉൾപ്പെടുത്തുന്ന സമയത്ത് സംസ്ഥാന ഗവൺമെന്റിന് നിയമനിർമ്മാണം നടത്താൻ വേണ്ടിയിട്ട് ഈ 11ാമത്തെ പട്ടികയിൽ 29 വിഷയങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ 29 വിഷയങ്ങൾ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ നിയമനിർമ്മാണം നടത്തുന്നത്. ഇനി ഈ വിഷയങ്ങൾ എല്ലാം പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങൾക്ക് കൈമാറ്റം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ വിഷയങ്ങളിൽ കൂടുതലും പ്രാദേശിക ക്ഷേമവും വികസനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ വിഷയങ്ങളുടെ യഥാർത്ഥ കൈമാറ്റം സംസ്ഥാനങ്ങളുടെ നിയമനിർമ്മാണത്തെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്. 29 വിഷയങ്ങളിൽ ഏതൊക്കെ പ്രാദേശിക ഗവൺമെന്റുകൾക്ക് നൽകണമെന്ന് സംസ്ഥാനങ്ങൾക്ക് തീരുമാനിക്കാം. അപ്പൊ 28 സംസ്ഥാനങ്ങൾ ഉണ്ടല്ലോ, നമ്മുടെ രാജ്യത്ത് 28 സ്റ്റേറ്റ്സ് ഉണ്ട് അല്ലെ. അപ്പൊ ആ 29 വിഷയങ്ങളിൽ എന്ത് ചെയ്യും? കുറച്ച് വിഷയങ്ങൾ എടുത്തിട്ട് കേരളത്തിന് കൊടുക്കും, ബാക്കി കുറച്ച് വിഷയങ്ങൾ എടുത്തിട്ട് അടുത്ത് നിൽക്കുന്ന തമിഴ്നാട് സംസ്ഥാനത്തിന് കൊടുക്കും. അങ്ങനെ എന്ത് ചെയ്യും? അങ്ങനെ നമ്മൾ സ്റ്റേറ്റുകൾ ആവശ്യപ്പെടുന്നതിനനുസരിച്ചിട്ടല്ല എന്ത് ചെയ്യുന്ന ഈ വിഷയങ്ങൾ തരുന്നത്. അതൊക്കെ അവിടെ നേതൃത്വം ആര് തന്നെയാണ്? സംസ്ഥാനങ്ങളുടെ നിയമനിർമ്മാണ സഭയാണ് എന്ത് ചെയ്യുന്നത്? ഇത് വിതരണം ചെയ്തു കൊടുക്കുന്നത്. 29 വകുപ്പുകൾ. ഇതൊന്ന് നോട്ട് ചെയ്യണം. 243 വകുപ്പ്. പഞ്ചായത്തുകളുടെ അധികാരങ്ങളും പദവിയും ഉത്തരവാദിത്തങ്ങളും. ശ്രദ്ധിക്കണം, പഞ്ചായത്തുകളുടെ അധികാരങ്ങളും പദവിയും ഉത്തരവാദിത്തങ്ങളും പറയുന്നത് ഏതാണ്? 243 ആണ്. 243 ആണ് കേട്ടോ. 11ാം പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള വിഷയങ്ങളെ ആധാരമാക്കിക്കൊണ്ട് ഒരു സംസ്ഥാനത്തിന്റെ നിയമസഭയ്ക്ക് നിയമനിർമ്മാണത്തിലൂടെ പഞ്ചായത്തുകൾക്ക് ആവശ്യമായ അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും നൽകുന്നു. അപ്പൊ 243A നമ്മൾക്കറിയാം, നമ്മൾ ഗ്രാമപഞ്ചായത്തിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട് അല്ലെ. അതുപോലെ തന്നെ അപ്പൊ 243G എന്താണ് പറയുന്നത്? പഞ്ചായത്തുകളുടെ അധികാരങ്ങളും പദവിയും ഉത്തരവാദിത്തങ്ങളും. ഇനി ഏതൊക്കെയാണ് 11ാം പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള വിഷയങ്ങളൊന്ന് നോക്കിക്കേ. 1 കൃഷി, 2 ചെറുകിട ജലസേചനം, ജലവിഭവ മാനേജ്മെന്റ്, നീർത്തട വികസനം, ചെറുകിട വ്യവസായങ്ങൾ, ഭക്ഷ്യസംസ്കരണ വ്യവസായങ്ങൾ, ഗ്രാമീണ ഭവന നിർമ്മാണം, കുടിവെള്ളം, പിന്നെ റോഡുകള്, കലുങ്കുകള്, ഗ്രാമീണ വൈദ്യുതീകരണം, ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടികള്, വിദ്യാഭ്യാസം, പ്രൈമറി സെക്കൻഡറി സ്കൂളുകൾ ഉൾപ്പെടെ, സാങ്കേതിക പരിശീലനം, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം, വയോജന അനൗപചാരിക വിദ്യാഭ്യാസം, ഗ്രന്ഥശാല, സാംസ്കാരിക പ്രവർത്തനം, ചന്തകളും മേളകളും, ആരോഗ്യം, ശുചിത്വം, ആശുപത്രി, പ്രാഥമിക ആരോഗ്യ ഡിസ്പെൻസറി ഉൾപ്പെടെ, കുടുംബക്ഷേമം, സ്ത്രീകളുടെ കുട്ടികളുടെയും പുരോഗതി, സാമൂഹ്യക്ഷേമം, ദുർബല വിഭാഗങ്ങളുടെ ക്ഷേമം, പ്രത്യേകിച്ച് പട്ടികജാതി പട്ടിക പൊതുവിതരണ സമ്പ്രദായം. ഇതൊക്കെ എന്താണ്? 11ാം പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള. ഇനി ഇതില് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറയുന്നുണ്ട്. സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാര് പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുന്നതിൽ ഉത്തരവാദിത്തമുള്ള ഒരു സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംസ്ഥാന ഗവൺമെന്റുകൾ നിയമിക്കേണ്ടതുണ്ട്. സംസ്ഥാന ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു സംസ്ഥാന ഭരണ സംവിധാനമായിരുന്നു
മുൻപ് ഈ പ്രവൃത്തി നിർവഹിച്ചു കൊണ്ടിരുന്നത്. ഇപ്പോൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ പോലെ സ്വയം ഭരണാവകാശം ഉണ്ട്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് എന്തുണ്ട്? സ്വയം ഭരണാവകാശം ഉണ്ട്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടേത് സ്വതന്ത്രമായ ഒരു പദവിയാണ്. അതിന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണറുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് എന്തില്ല? യാതൊരു ബന്ധവുമില്ല. അല്ലെങ്കിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നതൊക്കെ അനുസരിച്ചിട്ട് വേണം സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുസരിക്കേണ്ടതൊന്നും അവിടെ പറയുന്നില്ല. കാരണം അതൊരു സ്വതന്ത്രമായ പദവിയാണ്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണറുമായിട്ട് യാതൊരു ബന്ധവും ആർക്കില്ല? സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനില്ല എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇനി സംസ്ഥാനത്തെ ധനകാര്യ കമ്മീഷൻ നോക്കൂ. ഓരോ അടുത്തതും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് ചോദിച്ചു അല്ലേ? ഇനി നോക്കൂ, 5 വർഷം ഇനി ധനകാര്യ കമ്മീഷനായിരിക്കും അടുത്ത വരുന്നത് ക്വസ്റ്റ്യൻ. ഓരോ 5 വർഷം കൂടുന്തോറും ഒരു സംസ്ഥാന ധനകാര്യ കമ്മീഷനെ സംസ്ഥാന ഗവൺമെന്റ് നിയമിക്കേണ്ടതാണ്. എപ്പോഴാണ്? എത്രയാണ്? 5 വർഷം. സംസ്ഥാനത്തെ പ്രാദേശിക ഗവൺമെന്റുകളുടെ ധനസ്ഥിതി വിലയിരുത്തുന്നത് ഈ കമ്മീഷനാണ്. ഒരു വശത്ത് സംസ്ഥാന ഗവൺമെന്റിനും പ്രാദേശിക ഗവൺമെന്റുകൾക്കുമിടയിലെ വരുമാന വിതരണവും മറുവശത്തെ ഗ്രാമീണ മേഖലയിലെ പ്രാദേശിക ഗവൺമെന്റുകളുടെയും നഗരങ്ങളിലെ പ്രാദേശിക ഗവൺമെന്റുകളുടെയും ഇടയിലെ വരുമാന വിതരണവും ഇത് അവലോകനം ചെയ്യും. അപ്പൊ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ചെയ്യുന്നത്? സംസ്ഥാനത്തെ പ്രാദേശിക ഗവൺമെന്റുകളുടെ ധനസ്ഥിതി വിലയിരുത്തുന്നത് ഈ കമ്മീഷനാണ്. പിന്നെയോ സംസ്ഥാന ഗവൺമെന്റിനും, ഇപ്പോൾ നമ്മൾ സ്റ്റേറ്റ് ഗവൺമെന്റ് ഇല്ലേ, നമ്മുടെ കേരളത്തിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ട് അല്ലേ? ആ സ്റ്റേറ്റ് ഗവൺമെന്റും ഇപ്പൊ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പ്രാദേശിക ഗവൺമെന്റ് ഇല്ലേ? പ്രാദേശിക ഗവൺമെന്റ് പറയുമ്പോൾ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, ഇവരുടെ ഇടയിലുള്ള കാര്യങ്ങൾ അല്ലെ? ഈ ഇടയിലുള്ള കാര്യങ്ങളിൽ ധനസ്ഥിതി മനസ്സിലാക്കണം. എന്തൊക്കെ മനസ്സിലാക്കണം? അവർക്ക് എന്തൊക്കെയാണ് വരുമാനം, അവരെന്തൊക്കെ കാര്യങ്ങളാണ് വിതരണം ചെയ്യുന്നതൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കണം. പിന്നെ എന്ത് ചെയ്യണം? ഗ്രാമീണ മേഖലയിലെ പ്രാദേശിക ഗവൺമെന്റുകളുടെയും പിന്നെ ഇവിടെ നമ്മൾ പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ നഗരപാലികയും ഉണ്ട് അല്ലേ? നമ്മൾ പഠിച്ച 74-ാം ഭേദഗതി നഗരപാലിക, ഇതിന്റെ ഇടയിലുള്ള കാര്യങ്ങളും ഇതൊക്കെ നോക്കേണ്ടത് ആര് തന്നെയാണ്? സംസ്ഥാനത്തെ ധനകാര്യ കമ്മീഷനാണ്. ഗ്രാമീണ മേഖലയിലെ പ്രാദേശിക ഗവൺമെന്റുകൾക്ക് ഫണ്ട് അനുവദിക്കുന്നത് ഒരു രാഷ്ട്രീയ വിഷയമല്ലെന്ന് ഈ നൂതനാശയം ഉറപ്പുവരുത്തുന്നു. ഗ്രാമീണ മേഖലയിലെ പ്രാദേശിക ഗവൺമെന്റുകൾക്ക് ഫണ്ട് അനുവദിക്കുന്നത് രാഷ്ട്രീയ വിഷയമല്ലെന്ന് ഈ നൂതനാശയം ഉറപ്പുവരുത്തുന്നു. അതായത് ഇപ്പൊ നമ്മുടെ ഭാഗത്ത് നമുക്കറിയാം ഗ്രാമപഞ്ചായത്തുകളൊക്കെ ഉണ്ട് അല്ലെ? അവയ്ക്കുള്ള ഫണ്ട് ഒരിക്കലും രാഷ്ട്രീയപരമായിട്ടുള്ള ഫണ്ടായിട്ടല്ല വരുന്നത്. അതൊക്കെ സ്റ്റേറ്റ്, അതായത് ധനകാര്യ കമ്മീഷന്റെ തീരുമാനപ്രകാരമാണ് വരുന്നത് എന്നാണ് ഇവിടെ പറഞ്ഞത്. അതൊന്നും ഒരു എന്തല്ല, രാഷ്ട്രീയ വിഷയമല്ല. ഇനി നിങ്ങൾ ഈ ഭാഗത്തെ ഈ 3 കാര്യങ്ങളൊന്ന് വെരി ഇമ്പോർട്ടൻറ്റ്. അടുത്ത എക്സാമുകൾക്ക് ഈ ഭാഗത്ത് നിന്ന് 1 മാർക്ക് പഠിച്ചവർക്ക് കിട്ടും, അല്ലാത്തവർക്ക് ഒന്നും കിട്ടില്ല. ആ ലെവലായിരിക്കും. കാരണം 74-ാം ഭേദഗതി ഇന്നിപ്പോൾ നമ്മൾ പറയാറുണ്ട് ഞങ്ങളൊക്കെ ഗ്രാമത്തിലാണ്, നിങ്ങളൊക്കെ പട്ടണത്തിലാണ്, നിങ്ങളൊക്കെ നഗരത്തിലാണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ? അപ്പോൾ ഒരു നഗരമായിട്ട് ഒരു ഗവൺമെന്റ് ഒരു സ്ഥലത്തെ ഒരു പ്രദേശത്തെ നഗരമായിട്ട് പ്രഖ്യാപിക്കണമെങ്കിൽ ആ നഗരം എന്നും അവിടെ കുറച്ച് നിയമാവലികളുണ്ട്. എന്തൊക്കെയാണ്? ഒന്നാമത്തെ നോക്കൂ, ഏറ്റവും കുറഞ്ഞ ജനസംഖ്യ 5000 പേരെങ്കിലും ഉണ്ടാകണം ഒരു നഗരമായിട്ട് പ്രഖ്യാപിക്കണമെങ്കിൽ. നഗരസഭ എന്ന് നമ്മൾ പറയാറില്ലേ? അപ്പൊ ആ നഗരസഭ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? ഒരു നഗരത്തില് ഒന്നാമത്തെ റൂൾ എന്താണ്? എത്ര പേരുണ്ടായിരിക്കണം? 5000 ട്ടോ. 5000 പേരെങ്കിലും കുറഞ്ഞ ജനസംഖ്യ ഉണ്ടായിരിക്കണം. പിന്നെ രണ്ടാമത്തെ നോക്കൂ, ജനസംഖ്യയിൽ കുറഞ്ഞത് 75, അവിടെ 50 എന്നൊക്കെ ക്വസ്റ്റ്യൻ വരികയെ ശ്രദ്ധിക്കണം. 75% പുരുഷന്മാർ. എത്രയാണ്? 75% പുരുഷന്മാര് കാർഷികേതര മേഖലകളിൽ തൊഴിലെടുക്കുന്നവരായിരിക്കണം. കാർഷിക മേഖലകളിൽ എന്നല്ല പറയുന്നത്, അല്ലാത്ത മേഖലകളിൽ, കാർഷികേതര മേഖലകളിൽ തൊഴിലെടുക്കുന്നവരായിരിക്കണം. എത്ര പേര്? 75% പുരുഷന്മാര്. മൂന്നാമത്തെ റൂൾ നോക്കൂ, ജനസാന്ദ്രത ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്ത് കുറഞ്ഞത് 400 പേര്. ഒരു ചതുരശ്ര കിലോമീറ്ററിൽ എത്ര പേരുണ്ടായിരിക്കണം? 400 പേരെങ്കിലും ഉണ്ടായിരിക്കണം. 2015 സെൻസസ് പ്രകാരം ഇന്ത്യയിലെ ഏകദേശം 31% ജനങ്ങളും എന്താണ്? നഗരവാസികളാണ് കേട്ടോ. ഈ കണക്ക് പ്രകാരം നോക്കുന്ന സമയത്ത് 2015 സെൻസസ് പ്രകാരം എത്ര വേണം? 31%. അപ്പൊ എന്തൊക്കെയാണ് ഒരു നഗരമായിട്ട് പ്രഖ്യാപിക്കാനുള്ള റൂള്? ഒന്ന്, 5000 പേരെങ്കിലും ആ നഗരപ്രദേശത്ത് എന്തിരിക്കണം? ഏറ്റവും കുറഞ്ഞ ജനസംഖ്യ 5000 പേരുണ്ടായിരിക്കണം. ജനസംഖ്യയിൽ കുറഞ്ഞത്, ആ ജനസംഖ്യ ഇപ്പൊ മൊത്തം 5000 എടുത്തു, അതിൽ ഒരു 75% പേരും എന്തായിരിക്കണം? കാർഷികേതര മേഖലകളിൽ പുരുഷന്മാര് തൊഴിലെടുക്കുന്നവരായിരിക്കണം. ഒരു ചതുരശ്ര കിലോമീറ്ററിൽ എത്ര ആളുണ്ടായിരിക്കണം? 400 പേരെങ്കിലും ഉണ്ടായിരിക്കണം. 400 ട്ടോ. അവിടെ 500, 600 ഒക്കെ വരുമ്പോൾ ഞാൻ അന്ന് പഠിച്ച 400 ആണ്, 500 ആണെന്നൊക്കെ കൺഫ്യൂഷൻ വരും. പഠിക്കുക. 5000, 75, 400. മനസ്സിലായല്ലോ?
74-ാം ഭേദഗതി നഗരപ്രദേശങ്ങൾക്ക് ബാധകമാണെന്ന് ചോദിച്ചാൽ ബാക്കിയെല്ലാം 73-ാം ഭേദഗതിയുടെ ആവർത്തനം മാത്രം. അപ്പൊ 73-ാം ഭേദഗതിയിൽ എന്തൊക്കെ റൂൾ ഉണ്ടോ അതൊക്കെ എന്താണ് 74-ാം ഭേദഗതിക്ക് ഭാഗമാണ്. 73-ാം ഭേദഗതി ഗ്രാമപ്രദേശങ്ങളിലാക്കുമ്പോൾ 74-ാം ഭേദഗതി നഗരപ്രദേശത്ത് ആക്കണോ എന്ന് മാത്രം ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. 73-ാം ഭേദഗതിയിലെ വിഷയങ്ങളായ പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ്, സംവരണം, ഭരണവിഷയങ്ങളുടെ കൈമാറ്റം, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, സംസ്ഥാന ധനകാര്യ കമ്മീഷൻ തുടങ്ങിയവയെല്ലാം 74-ാം ഭേദഗതിയിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നോട്ട് ചെയ്യണം കേട്ടോ. എന്തൊക്കെയാണ് 73-ാം ഭേദഗതിയിലെ വിഷയങ്ങളായ പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ്, സംവരണം, ഭരണവിഷയങ്ങളുടെ കൈമാറ്റം, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, സംസ്ഥാന ധനകാര്യ കമ്മീഷൻ തുടങ്ങിയവയെല്ലാം 74-ാം ഭേദഗതിയിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ അവയെല്ലാം നഗരപാലികകൾക്കും എന്ത് ചെയ്യുന്നുണ്ട്? ബാധകമാകുന്നു. സംസ്ഥാന ഗവൺമെന്റിൽ നിന്ന് ചില വിഷയങ്ങൾ നഗര തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൈമാറാനും ഭരണഘടന അനുശാസിക്കുന്നു. ഈ വിഷയങ്ങളെല്ലാം ഭരണഘടനയുടെ 12-ാം പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ 73-ാം ഭേദഗതി എന്ന് പറയുന്നത് 11-ാമത്തെ പട്ടികയിലാണ്. 29 വിഷയങ്ങളാണ്. 74-ാം ഭേദഗതി എന്ന് പറയുന്നത് 12-ാമത്തെ പട്ടികയിലാണ്. ഇതിൽ എത്ര വിഷയങ്ങളാണ്? 18 വിഷയങ്ങളാണ് കേട്ടോ. ഇത് ഇതിൽ കൊടുത്തിട്ടില്ല. ഇത് പഠിക്കുന്നത് 18 വിഷയങ്ങളാണ് കേട്ടോ. 18 വിഷയങ്ങളാണുള്ളത്. പഠിക്കുക. ഓക്കെ ആയല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. നമുക്ക് പഞ്ചായത്തി രാജുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഒരു ടോപ്പിക് പഠിക്കാനുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്ന ഭാഗമാണ്. അപ്പൊ അത് എന്തായാലും ഈ ഭാഗത്ത് നിന്നായിരിക്കും ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഈ ഭാഗത്ത് നിന്നായിരിക്കും. അപ്പൊ നല്ലൊരു റാങ്ക് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അപ്പൊ വായിച്ചു പോയിരിക്കല്ലേ അത് പഠിക്കാനായിട്ട് നമുക്ക് അവിടെ ആൻസർ ആയിട്ട് പറ്റുള്ളൂ. എല്ലാത്തിനും പറ്റില്ലല്ലോ. അപ്പൊ ആ ഭാഗങ്ങൾ ആ ലെസൺ ക്ലിയർ ആക്കി തന്നിട്ടുണ്ട് കേട്ടോ. ആ ലെസണിൽ എല്ലാം വേണ്ട പോയിന്റുകൾ ഇട്ട് തന്നിട്ടുണ്ട്. പ്രാദേശിക ഗവൺമെന്റ് എന്നുള്ളത് ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മുടെ ഈ കുഞ്ഞു ചാനലിൽ നിങ്ങൾ എന്താണ് കുറേ പേര് നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്തിട്ട് നല്ല രീതിയിൽ സബ്സ്ക്രൈബ് ചെയ്ത് വരുന്നുണ്ട്. നമ്മുടെ ചാനലിനെ ഉയർത്തിക്കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. ഞാൻ ഒരിക്കലും അപ്പോൾ അത്രയും പെർഫെക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക ക്ലാസ്സുകൾ തരാനായിട്ട് ശ്രമിക്കാം. അപ്പൊ എനിക്ക് ഇതിന്റെ ബോക്സുകൾ മാത്രം എടുത്തിട്ട് തരാം. പക്ഷെ ചെയ്ത സമയത്ത് കഴിഞ്ഞ പ്രാവശ്യം ക്ലാസ് ചെയ്തപ്പോൾ തന്നെ മനസ്സിലേക്ക് ഒരുതായി ഞാൻ എന്താ അവർക്ക് കൊടുത്തത് എന്നുള്ളൊരു പക്ഷെ ഞാൻ അതിന്റെ മുന്നിട്ട കോൺസ്റ്റിറ്റ്യൂഷന്റെ NCERT ഒക്കെ ഞാൻ ലെസൺസ് നന്നായിട്ട് വ്യക്തമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് തന്നെ കുറ്റബോധം തോന്നാൻ തുടങ്ങി. കാരണം നമുക്ക് ഓരോ ടൈമും വിലപ്പെട്ടിട്ടാണ് നമ്മൾ നിങ്ങൾ മുൻവശത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അതിലൂടെ കിട്ടണം അല്ലേ? അതുകൊണ്ടാണ്. അപ്പൊ ഇത്രയും ഭാഗങ്ങൾ എന്ത് ചെയ്യുക ഒന്നും മനസ്സിലായിട്ട് ഒന്നും കൂടി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഒരു 2x സ്പീഡ് സ്ലോ ആക്കി കണ്ട 2x സ്പീഡിൽ ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് സ്റ്റേറ്റ്മെന്റ് ഒക്കെ കാണുമ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അവിടെ ഓപ്ഷൻ കാണുമ്പോൾ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ക്ലാസ്സിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ബെൽ ബട്ടൺ കൂടിയിട്ട് എനേബിൾ ചെയ്യുക കേട്ടോ. തീർച്ചയായിട്ടും എന്ത് ചെയ്യുക താഴെ കമന്റുകൾ കൂടിയിട്ട് ഒന്ന് രേഖപ്പെടുത്തിയിട്ട് പോകാൻ കൂട്ടുകാരൊന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ ഇനി മറ്റന്നാൾ എക്സാം ഉണ്ട് അല്ലേ? ശനിയാഴ്ച കൂട്ടുകാർ എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യുക സാറ്റർഡേ എക്സാം ഉള്ളവർ കാണുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഓരോരോ ഭാഗങ്ങൾ വേഗം മാറ്റുക കേട്ടോ. അർജന്റ് കൂട്ടിയിട്ടൊന്നും ക്ലാസ്സുകൾ പഠിച്ചു പോകരുത് കേട്ടോ. സാവധാനം തന്നെ ഓരോന്നായിട്ട് മാറ്റി വയ്ക്കാം. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.